الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ ദുനിയാവിലും ആഖിറത്തിലും യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൊട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തെ അൽബ
എന്നും ഖസ്വ എന്നുമൊക്കെയാണ് പേര് വിളിച്ചിരുന്നത്. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത, ആ ഒട്ടകം ഓട്ടമത്സരങ്ങളിൽ തോൽക്കാറുണ്ടായിരുന്നില്ല, പരാജയപ്പെടാറുണ്ടായിരുന്നില്ല എന്നതാണ്. ഏതൊട്ടകങ്ങളുമായി മത്സരിച്ചാലും റസൂലിന്റെ ആ ഒട്ടകം വിജയിക്കുകയാണ് പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ സഹാബികൾക്കും ആ ഒട്ടകത്തോടും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ തോൽക്കാതെ മത്സരങ്ങളിൽ എപ്പോഴും ജയിച്ചു നിൽക്കുന്ന ആ ഒട്ടകം അവരുടെ ഒരു ആവേശമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരിക്കൽ ഗ്രാമീണനായ ഒരു അറബി, സാധാരണക്കാരനായ ഒരാൾ, അയാളുടെ ചെറിയ ഒരൊട്ടകവുമായി വന്ന് ആ ഒട്ടകവുമായി, റസൂലിന്റെ ഒട്ടകവുമായി മത്സരിക്കുകയുണ്ടായി. മത്സരിച്ചു എന്ന് മാത്രമല്ല, ആ മത്സരത്തിൽ പതിവ് തെറ്റിച്ച് ആ സാധാരണക്കാരനായ അറബിയുടെ ചെറിയ ഒട്ടകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോറ്റുപരിചയമില്ലാത്ത ഒട്ടകത്തെ തോൽപ്പിച്ചു കളഞ്ഞു, പരാജയപ്പെടുത്തി കളഞ്ഞു. ഈ സംഭവം പക്ഷേ സഹാബികളുടെ മനസ്സിൽ വലിയ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ അഭിമുഖീകരിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വദഅഹു. അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അവകാശമാണ്, ഈ ഭൂമിയിൽ നിന്ന് ഏതൊരു വസ്തുവിനെ ഉയർത്തിയാലും അതിനെ താഴെ ഇറക്കുമെന്ന് അല്ലാഹുവിന്റെ സുന്നത്തിലുള്ള ഒരു കാര്യമാണ്. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ, ഒരു കായിക വിനോദത്തിന്റെ പശ്ചാത്തലത്തിൽ, അതിലുണ്ടായ ജയപരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഒരു നടപടിക്രമത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ വിജയങ്ങൾ, നേട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ദുനിയാവിൽ ശാശ്വതമായതല്ല, സ്ഥായിയായതല്ല. മറിച്ച് ജീവിതം എന്ന് പറയുന്നത് വിജയപരാജയങ്ങളുടേതാണ് എന്ന വലിയ പാഠം. അത് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട്, കായിക വിനോദങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. എല്ലായ്പ്പോഴും വിജയങ്ങൾ, എല്ലായ്പ്പോഴും സന്തോഷങ്ങൾ, തൊട്ടതെല്ലാം പൊന്നാവുക എന്നൊക്കെ പറയുന്നത് കേവലമായ വർത്തമാനം മാത്രമാണ്. അതിൽ യാഥാർത്ഥ്യമില്ല. മറിച്ച് ജീവിതം എന്ന് പറയുന്നത് വിജയപരാജയങ്ങൾ ചേർന്നതാണ്. ജീവിതത്തെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുക, അങ്ങനെ മനസ്സിലാക്കുകയും അങ്ങനെ അംഗീകരിക്കുകയും അങ്ങനെ സമീപിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പൊ ആ ഒരു കാര്യം പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സംഭവം യഥാർത്ഥത്തിൽ സഹീഹുൽ ബുഖാരിയിൽ സഹീഹായ ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം തോൽക്കാത്ത ഒട്ടകമായിരുന്നു. പക്ഷെ ആ ഒട്ടകവും ഒരിക്കൽ തോൽവി രുചിച്ചു. അതിനെ മുൻനിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് മുൻനിർത്തി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കൂടി മുഖവിലക്കെടുത്താൽ നമുക്ക് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കളികൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കണം എന്നതാണ്. കളികൾ മാത്രമായി ഒതുങ്ങാതെ ആ കളികളിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമ്പോഴാണ് കളികൾ അർത്ഥവത്താകുന്നത് എന്നതാണ്. അപ്പൊ ലോകകപ്പ് ഫുട്ബോൾ അതിന്റെ പീക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അതിന്റെ പിന്നാലെയാണ്. അപ്പൊ അതിന്റെ വിധി എന്താണ്? പന്ത് കളിക്കുന്നതിന്റെ വിധി എന്താണ്? പന്ത് കളി കാണുന്നതിന്റെ വിധി എന്താണ് എന്നൊന്നും പറയാനല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കളികൾ പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങളെ, നല്ല ശീലങ്ങളെ അത് കളിയിൽ നമുക്കുള്ള ഗൗരവത്തോടെയെങ്കിലും ജീവിതത്തിലേക്ക് ഗൗരവത്തോടെ എടുക്കാൻ നമുക്ക് പറ്റണം എന്ന കാര്യം പറയാനാണ്. അപ്പോ സാധാരണഗതിയിൽ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ജയത്തിൽ മതിമറക്കാതിരിക്കുകയും തോൽവി അംഗീകരിക്കുകയും തോൽവിയുണ്ടാകുമ്പോൾ തന്നെ പരാജയപ്പെടുത്തിയ എതിരാളിയെ പ്രശംസിക്കാൻ, അഭിനന്ദിക്കാൻ കഴിയുകയും ആ തോൽവി സംഭവിച്ചതിന്റെ കാരണങ്ങൾ, തന്റെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്തി പുതിയ വിജയങ്ങൾ നേടിയെടുക്കാനുള്ള ജാഗ്രതയുണ്ടാവുകയും ചെയ്യുക എന്നതാണ്. തോൽവി അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണ്. എതിരാളിയുടെ വിജയത്തെ അംഗീകരിക്കാനും ആ വിജയത്തിൽ അയാളെ അഭിനന്ദിക്കാനും കഴിയാതിരിക്കുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണ്. തോൽവിയിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം റഫറിയെ തെറി വിളിക്കുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമായ കാര്യമാണ്. അപ്പൊ ഇത് സ്പോർട്സിന്റെ കാര്യത്തിൽ, പന്ത് കളിയുടെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. പക്ഷേ അപ്പോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുക എന്നത് സ്പോർട്സിൽ മാത്രം ബാധകമായ കാര്യമല്ല, അത് ജീവിതത്തിൽ തന്നെ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ തോൽവി സമ്മതിക്കാൻ പറ്റണം, തോൽവിയിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ പറ്റണം. അന്യായമായ, അന്ധമായ അനുകരണവും ആരാധനയും ഉണ്ടാകരുത്. ഈ സമയം പ്രത്യേകിച്ചും ഇസ്ലാമിന് സ്പോർട്സിനോടുള്ള നിലപാട് എന്താണെന്നൊക്കെ ചർച്ച ചെയ്യണ കാലം കൂടിയാണ്. ഇസ്ലാം സ്പോർട്സിന് അനുകൂലമാണോ, അല്ല ഇസ്ലാം സ്പോർട്സിന് എതിരാണോ, ഇസ്ലാം സ്പോർട്സിൽ ഏർപ്പെടുന്നതിന് പിന്തുണക്കുന്നുണ്ടോ, കളി കാണുന്നതിന് പിന്തുണക്കുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കാലമാണ് കുറച്ചാളുകൾക്കിടയിൽ. അപ്പൊ ഇസ്ലാമിന് കായിക വിനോദങ്ങളോട്, സ്പോർട്സിനോടുള്ള നിലപാടെന്താണ് എന്ന കാര്യത്തിൽ സംശയത്തിനൊന്നും പഴുതില്ല. ഇസ്ലാം വളരെ ഉദാരമായി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം കായികാഭ്യാസങ്ങൾ, കായിക വ്യായാമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ, ശക്തിയോടെ, രോഗങ്ങളില്ലാതെ ഒക്കെ നിലനിൽക്കാൻ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ സാധാരണഗതിയിൽ
ഉണ്ടാകുന്നതിനപ്പുറത്ത് കളിവിനോദങ്ങളിലൂടെയും അങ്ങനെ ശാരീരികമായ അധ്വാനങ്ങളും വ്യായാമങ്ങളും ഒക്കെ ഉണ്ടാകണം. അത് പരിശീലിക്കുകയും അതിലേർപ്പെടുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്, ഹോഴ്സ് റൈഡിംഗ്, ഇതൊക്കെയാണ് ഇസ്ലാമിലെ ആദ്യകാല തലമുറയിൽ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രത്യേകം താല്പര്യമെടുത്ത് തന്റെ ഖിലാഫത്തിന്റെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, അപ്പൊ ഇന്ന് വളരെ പ്രാധാന്യമുള്ള കായിക ഇനങ്ങളായി പരിഗണിക്കപ്പെടുന്നതാണ് ഇതൊക്കെ. അതൊക്കെയും അതിലൊക്കെയുള്ള ഒരു ഇൻവോൾവ്മെന്റ്, എൻഗേജ്മെന്റ്, അത് ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം സ്പോർട്സ് ഇനങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചല്ല ഈ ഘട്ടത്തിലെ ചർച്ച. സ്പോർട്സ് കാണുന്നതിനെ കുറിച്ചാണ്, അത് കണ്ട് ആസ്വദിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനത്ര തന്നെ പ്രാധാന്യം ഉണ്ടാവുകയില്ല. അതിലൊരു ബാലൻസ് വേണ്ടി വരും. നമ്മുടെ മൊത്തം ജീവിതത്തെ മുൻനിർത്തി ഏറിയാൽ എല്ലാം അപകടമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്നും അതിന്റെ പരിധി വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. പരിധി വിട്ടാൽ, അധികമായാൽ അതിന്റെ ഏതൊന്നിന്റെയും സൗന്ദര്യം നഷ്ടപ്പെടും എന്നതുകൂടിയാണ് കായിക വിനോദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന, കായിക മത്സരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പന്തുകളി ആ വരച്ച ചതുരത്തിനപ്പുറത്തേക്ക് പോയാൽ അത് ഫൗൾ കളിയാണ്, അത് ഔട്ടായ കളിയാണ്. അപ്പൊ ഒന്നും അതിന്റെ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പന്ത് കളിക്കുന്നത് കാലുകൊണ്ടാണ്, കാൽപന്ത് കളി, ഫുട്ബോൾ കളിക്കുന്നത് കാലുകൊണ്ടാണ്. പക്ഷെ ആ കാലിന് അസാധാരണമായി വലുപ്പം വെച്ചാൽ ആ കാലുകൊണ്ട് പിന്നെ ഗ്രൗണ്ടിലിറങ്ങാൻ പറ്റുകയില്ല. ഗ്രൗണ്ടിലിറങ്ങിയാൽ തന്നെ കാര്യം നടക്കുകയില്ല, തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോ കാല് പ്രധാനമാണ് പന്ത് കളി. പക്ഷെ ആ കാലിന് അസാധാരണമായ വലിപ്പുണ്ടാവാൻ പാടില്ല. സാധാരണ ഒരു മനുഷ്യന് വലിപ്പുണ്ടാവുന്നതിനേക്കാൾ ഒരു കാലിന് വലിപ്പുണ്ടായാൽ അയാൾ അതുകൊണ്ട് കുടുങ്ങും, അയാൾ നടക്കാൻ കുടുങ്ങും, ആളുകൾ ചവിട്ടിയിട്ട് അയാൾ കുടുങ്ങും. അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് ഒന്നിനും വഴങ്ങുകയില്ല അയാളുടെ കാൽ എന്നതാണ്. അപ്പൊ എല്ലാം അതിന്റെ ഒരു പരിധിയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഔലവിയാത്ത്, പ്രിഫറൻസുകൾ, മുൻഗണനാക്രമങ്ങൾ ഉണ്ടാവുക, അത് തെറ്റാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മത്സര ഇനങ്ങളിൽ അവിടെ വിധി നിർണയത്തിന് ഒരാളുണ്ടാകും, ഒരു റഫറി ഉണ്ടാകും. അയാൾ ഒരു വിസില് മാത്രം വെച്ചിട്ട് കളിയെ മുഴുവൻ നിയന്ത്രിക്കും. അയാൾ അന്യായമായി വിസിലൂതിയാൽ പോലും അതാണ് കളിയിലെ നിയമം. 1986 മറഡോണയുടെ ഗോൾ ചരിത്രത്തിലെ ഒരു റഫറിക്ക് പറ്റിയ വലിയ അബദ്ധമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പന്തുകളിയിലെ മനോഹരമായ ഗോളായി പരിഗണിക്കപ്പെടുന്നതിലൊന്ന് ആ ഗോളാണ്. കൈകൊണ്ടടിച്ചിട്ടും റഫറി അനുവദിച്ചതുകൊണ്ട്, റഫറി വിസിലൂതാത്തതുകൊണ്ട്, റഫറി അംഗീകരിച്ചതുകൊണ്ട് അത് കളിയിലെ അംഗീകരിക്കപ്പെട്ട ഗോളാണ്. അപ്പൊ റഫറി അന്യായം ചെയ്താൽ പോലും റഫറി പറയുന്നതാണ് കാര്യം. കഴിഞ്ഞ കളിയിൽ ബെൽജിയത്തിന് അനുവദിക്കപ്പെട്ട പെനാൽറ്റിയെ കുറിച്ച് വലിയ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. റഫറിക്ക് തെറ്റാണ് പറ്റിയത്, അതല്ല റഫറി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരിയായി വിധിച്ചതാണ് പ്രശ്നം എന്നതുമാണ്. അപ്പൊ റഫറി ശരിയായി വിധിച്ചാലും ചിലപ്പോൾ പ്രശ്നമാണ്. പക്ഷേ വിധിയാണ്. ബെൽജിയം അടുത്ത റൗണ്ടിലേക്കും എതിർ ടീം പുറത്തേക്കും പോയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ വിസിലും പിടിച്ച് ജീവിതത്തിന് ഒരു ഹക്കം, ജീവിതത്തിന്റെ ഒരു റഫറി നമുക്കുണ്ട് എന്നത് കാണാൻ കഴിയണം. ഇങ്ങനെ ശാശക്ക് മുന്നിൽ, സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കളി കാണുമ്പോൾ അതിൽ നിന്ന് മുഴങ്ങുന്ന വിസിലടികൾ മാത്രം കേട്ടാൽ മതിയാവുകയില്ല. ജീവിതത്തിൽ പുറത്തുനിന്നുള്ള അതിനേക്കാൾ പ്രാധാന്യമുള്ള വിസിലടികൾ പലതും ഉണ്ടാകും. ജീവിതത്തിന്റെ യഥാർത്ഥ ഹക്കം അല്ലാഹുവാണ്. അപ്പോ അള്ളാന്റെ വിസിലടികൾക്ക് കാതോർക്കാൻ കഴിയാത്ത വിധം കളികളിൽ മുഴുകുക എന്നത് അപകടകരമാണ്. പ്രത്യേകിച്ചും നമസ്കാരത്തിന്റെ, ആരാധനകളുടെ, ദിക്റുകളുടെ ഒക്കെ സമയത്ത് കളികൾ വരുന്നു. അപ്പോൾ നമ്മൾ എന്തിന് പ്രിഫറൻസ് കൊടുക്കുന്നു എന്നത്, ഞാനിപ്പോ ആരെങ്കിലും സുബ്ഹി നമസ്കാരം
നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കളി ഈ ഹാഫാണ് കഴിയട്ടെ, അതല്ലെങ്കിൽ ഈ കളിയാണ് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് അല്ല ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രിഫറൻസ് നിർണയിക്കുന്നിടത്ത് കളികൾ നമുക്ക് പകർന്നു തരുന്ന പാഠത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് കളി എത്ര ഇൻട്രസ്റ്റിംഗ് ആയാലും റഫറി വിസിലടിച്ചാൽ കളി തീരും എന്നതാണ് കളിയുടെ നിയമം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും റഫറി വിസിലടിക്കുമ്പോൾ യഥാർത്ഥ ഹക്കമിന്റെ വിസിലടികൾക്കനുസരിച്ച് തുടങ്ങുകയും വിശ്രമമെടുക്കുകയും ഇന്റർവെൽ എടുക്കുകയും പുനരാരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യാനുള്ള വിസിലടികൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായുണ്ട്. അതിനെ പരിഗണിക്കാതെ പോകരുത്. അത് പരിഗണിക്കാതെ പോകുന്നത്, റഫറിയെ പരിഗണിക്കാതിരിക്കുന്നത് കളിയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും. ഒരു റഫറി ഇല്ലെങ്കിൽ കളിക്കൊരു സൗന്ദര്യവുമില്ല. എല്ലാവരും തോന്നിയതുപോലെ, എല്ലാവരും പന്ത് കളി എന്ന് പറഞ്ഞിട്ട് മറഡോണയെ പോലെ കൈകൊണ്ട് ഗോളടിക്കാൻ ശ്രമിക്കുകയും ഒരു റഫറി ഇല്ലാതാവുകയും ചെയ്താൽ ആ കളിക്കൊരു സൗന്ദര്യവും ഉണ്ടാവുകയില്ല എന്നതുപോലെ ജീവിതത്തിലെ യഥാർത്ഥ ഹക്കമിന്റെ, യഥാർത്ഥ റഫറിയുടെ വിസിലടികൾക്ക് കാതോർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിനൊരു സൗന്ദര്യവും ഉണ്ടാവുകയില്ല എന്ന് കാണാൻ പറ്റണം. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ കളിയിലുണ്ടാകുന്ന നമ്മുടെ ഒരു പക്ഷപാതിത്വം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ റസൂലിന്റെ ഒട്ടകത്തോട് വല്ലാത്ത ആരാധനയാണ് സഹാബികൾക്ക് അന്നുണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെയാണ് ആ ഒട്ടകം പരാജയപ്പെട്ടപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നം. അവിടെയാണ് റസൂല് മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ തോൽക്കാം എന്ന പാഠം പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. റസൂലിന്റെ ഹദീസ് പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പോയിന്റ് റസൂല് പറഞ്ഞത്, അല്ലാഹു ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ. ദുനിയാവിലെ സുന്നത്ത് ഇതാണ്. അല്ലാഹു ദുനിയാവിൽ ഒരാളെ ഉയർത്തിയാൽ അയാളെ താഴെ വെക്കും. ഈ ഭൂമി ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പം മേപ്പെട്ട് പോയത് കീപ്പെട്ട് വരും ഉറപ്പായിട്ട്. അതേസമയത്ത് പരലോകത്ത് ആ സുന്നത്ത് ബാധകമല്ല. പരലോകത്ത് ഈ സുന്നത്ത് ബാധകമല്ല. പരലോകത്ത് ഉയർന്നവൻ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും എന്നതാണ്. അവൻ താഴോട്ട് വീഴുകയില്ല. അപ്പൊ അതാണ് യഥാർത്ഥ ഉയർച്ച. അള്ളാഹു ഉയർത്തുന്നതാണ്. പരലോകത്ത് അള്ളാഹു ഉയർത്തിയാൽ ആ ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോരുകയില്ല എന്നതുമാണ്. അപ്പൊ ഒരു ഭാഗത്ത് നമ്മുടെ ഇങ്ങനെയുള്ള അന്ധത കളികളിലും ജീവിതത്തിലും ബാധിക്കുന്നത്, മറുഭാഗത്ത് ഈ അന്ധത, കളിയോടുള്ള അന്ധത, കളിയോടുള്ള നമ്മുടെ സമീപനത്തിലുള്ള ബാലൻസ് ഇല്ലായ്മ, സന്തുലിതത്വമില്ലായ്മ, ഇത് നമ്മളെ വളരെ തെറ്റായ ദിശയിലേക്ക് നയിക്കും എന്നതാണ്. വളരെ തെറ്റായ ദിശയിലേക്ക് നയിക്കും, തെറ്റായ പ്രവണതകളിലേക്ക്. നമുക്കിടയിൽ പക്ഷപാതിത്വവും നമുക്കിടയിൽ വിദ്വേഷവും ശത്രുതയും വളർത്തുന്ന പ്രവണതകളിലേക്ക് കളികളും കളികളെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകമാണ്. കളിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ പ്രാധാന്യപൂർവ്വം നമ്മൾ പാലിക്കേണ്ടതാണ്. കളിയിൽ താല്പര്യമുള്ള എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതുവരെയുള്ള കളികൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ സമയത്ത് തുടങ്ങുന്നു എന്ന് നല്ല ധാരണയുണ്ടായിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന കളികളെ കുറിച്ച് അറിയാമെന്നല്ല എന്ന് മാത്രമല്ല, ലോകകപ്പിലെ സെമി ഫൈനൽ ഏത് ദിവസമാണ് നടക്കുക, ഏത് സമയത്താണ് നടക്കുക, അത് നാട്ടിൽ ഏത് സമയമായിരിക്കും, ഫൈനൽ ഏത് ദിവസമാണ് നടക്കുക, ഏത് സിറ്റിയിലാണ് നടക്കുക, ഏത് സമയത്താണ് നടക്കുക എന്നതൊക്കെ നമുക്കറിയാം. ആ കളികൾക്ക് വേണ്ടി കളി തുടങ്ങുന്ന സമയത്തല്ല, കളി തുടങ്ങുന്നതിനും 5 മിനിറ്റും 10 മിനിറ്റും മുമ്പ് കളി കാണാൻ വേണ്ടി പോയിരിക്കുന്നതാണ് നമ്മുടെ ശീലം. കാരണം കളിക്കുള്ള ഒരു മുന്നൊരുക്കം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. കളിയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, ആരൊക്കെയാണ് ഇറങ്ങുന്നത്, ലൈനപ്പ്, അതിനെക്കുറിച്ച് വിദഗ്ധരായ ഫുട്ബോൾ വിശാരദന്മാർ നടത്തുന്ന വിശകലനങ്ങൾ, ഇതൊക്കെ നമുക്ക് കേൾക്കണം. എന്നിട്ട് വിസിൽ മുഴങ്ങുമ്പോൾ നമ്മൾ എല്ലാം മാറ്റിവെച്ച് വളരെ നിശബ്ദമായി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. അതിൽ റഫറി നിയന്ത്രിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. കളി അവസാനിക്കും. അവസാനിച്ചാലും പെട്ടെന്നൊന്നും പിരിഞ്ഞു പോകാതെ കളിക്ക് ശേഷമുള്ള വിശകലനങ്ങൾക്ക് വേണ്ടിയും
നമ്മൾ കാത്തു നിൽക്കും. നമ്മളും ആ വിശകലനങ്ങളിൽ ഇടപെടും. എവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത്, എവിടെയാണ് സുന്ദരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായത് എന്നതൊക്കെ നമ്മൾ വിലയിരുത്തും. ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നിർബന്ധമുള്ള ബാധ്യതകളിൽ ഈ കണിശത ജീവിതത്തിലേക്ക് ശീലമായെടുക്കാൻ, കളിയിൽ നിന്ന് കാര്യമായെടുക്കാൻ നമുക്ക് പറ്റണം. നിസ്കാരത്തിന് കുറച്ച് നേരത്തെ വരിക, അല്ലേ? സമയത്തല്ലാതെ സമയത്തിന് മുമ്പ് കുറച്ച് നേരത്തെ നിസ്കാരത്തിന് വരിക, നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിസ്കാരത്തിൽ നമുക്ക് ആസ്വാദ്യത കിട്ടാൻ ആവശ്യമായ വിശകലനങ്ങൾ, അതിനാവശ്യമായ അറിവുകൾ മുമ്പ് നേടിയെടുക്കുക. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കളിയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിന്റെ ഈ ഒരു കളിയോടുള്ള ഈ ഭ്രമത്തിന്റെ ഒരങ്ങേയറ്റം എന്ന് പറയുന്നത് തെറ്റിലേക്ക് കൂപ്പുകുത്തുക എന്നതാണ്. അതിന്റെ രൂപങ്ങളാണ് പന്തയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പന്തയങ്ങൾ നടക്കുന്നു എന്നുള്ളത്, പന്തയം വളരെ അപകടകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അപകടം പറഞ്ഞത് അത് റിജ്സും മിൻ അമലി ശൈത്വാനിൽ പെട്ടതാണ് എന്ന് മാത്രമല്ല, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. പ്രത്യേകമായി എടുത്തു പറഞ്ഞ് മദ്യവും ചൂതാട്ടവും ഇത് പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്യുന്ന പണികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ വെറ്റുവെപ്പുകളാണ് ഇതിൽ പരമാവധി നടക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ബെറ്റിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുകയില്ല. കാരണം ഈ കളിയുടെ യഥാർത്ഥത്തിലുള്ളൊരു മർമ്മം എന്ന് പറയുന്നത് ഈ ലോകത്തെ വിവിധ തരക്കാരായ, രാജ്യക്കാരായ, വർണ്ണക്കാരായ ജനങ്ങളെ ഒരു പന്തിനു ചുറ്റും ഒരുമിച്ച് കൂട്ടി അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ കളിയുടെ, ഏതൊരു കളിയുടെയും മർമ്മം എന്ന് പറയുന്നത്. പക്ഷേ കളി തുടങ്ങും മുമ്പേ അതിന് വിരുദ്ധമായി തീർത്തും വംശീയമായ പ്രവണതകൾ പ്രകടമായിട്ടും വളരെ അന്യായമായ നടപടികൾ വംശീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ ഒക്കെ സംഭവിച്ചിട്ടും സംഘാടകരായ അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷന് അതിൽ നിലപാടെടുക്കാൻ കഴിയാതെ പോയത് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വലിയ സാമ്പത്തികമായ വലിയൊരു വ്യവസായം അതിന് പിന്നിലുണ്ട് എന്നതാണ്. അവരുടെ താല്പര്യങ്ങളെ ഹനിക്കും വിധത്തിലുള്ള ഒരു നടപടി ഒരിക്കലും സോമാലിയക്കാരൻ റഫറിയോട് അമേരിക്ക എടുത്ത നടപടി കാരണമായി അമേരിക്കയിൽ എങ്കിൽ ഫുട്ബോൾ മത്സരങ്ങൾ, ലോകകപ്പ് മത്സരങ്ങൾ നടത്തണ്ട എന്ന് തീരുമാനിക്കാൻ ഫിഫയ്ക്ക് കഴിയുമായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുള്ള വലിയ സാമ്പത്തിക താല്പര്യങ്ങളാണ്. കാരണം കളി അവിടെ വേണ്ടെന്ന് വെച്ചാൽ മുടങ്ങുന്നത് ബില്യൺ കണക്കിനുള്ള ഡോളറുകളുടെ വലിയ ഇൻഡസ്ട്രിയാണ് മുടങ്ങിപ്പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി ബെറ്റിംഗ് ഇൻഡസ്ട്രിയാണ്, പന്തയ വ്യവസായം ആണ്. 2022 ലോകകപ്പിൽ മൊത്തം ലോകത്തെ വാണിജ്യ ബെറ്റിംഗ് കമ്പനികളിലൂടെ അവരുണ്ടാക്കിയ വരുമാനം 3500 കോടി ഡോളറാണ്. 2026 ലോകകപ്പിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അത് 3500 കോടി ഡോളറിൽ നിന്ന് 5000 കോടി ഡോളറിലേക്കെങ്കിലും അതിൽ വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഇത് കളി വേറെയാണ്. കളിക്ക് പിന്നിൽ നമ്മൾ കാണുന്ന കളിക്കപ്പുറത്ത് നടക്കുന്ന കളികൾ വേറെയാണ്. അപ്പൊ ഇതൊക്കെ നയിക്കുന്ന, അതേപോലെ തന്നെ TV ചാനലുകൾ നടത്തുന്ന ഒക്കെയുള്ള ഒരു വലിയ കളിയാണിത്. അതിനൊന്നും കാണാതെ കേവലമായ നിരുപദ്രവകരമായ ഒരു ഫുട്ബോൾ എന്നുള്ള നിലക്ക് മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ല. കളിയിൽ നമ്മൾ കെണിയിൽ വീണുപോകാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. അതിലേറെ പ്രധാനമായി ഇന്നത്തെ ഒരു ഖുതുബയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്
കളിയിൽ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ കളി ചില ശീലങ്ങൾ നമ്മളിൽ വളർത്തുന്നുണ്ട്. ആ ശീലങ്ങളെ ഗൗരവപൂർവ്വം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, കളിക്കു പുറമേയുള്ള ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കൂടി നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനോട് ഒരു നീതിപൂർവകമായ സന്തുലിതമായ നിലപാട് എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക. അതല്ലെങ്കിൽ നമ്മുടെ കളി കാണലും കുറ്റകരമായി തീരും എന്ന അപകടത്തെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.